ഇന്ന് അത്തത്തിൻ്റെ മൂന്നാമത്തെ ദിവസമായ ചോതിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ എന്താ നമ്മുടെ അത്തപ്പൂക്കളെ ഇടാനായിട്ട് പൂവൊക്കെ പിച്ചാനായിട്ട് പോയതാണ്. അർഷിക്കുട്ടൻ രാവിലെ ഇപ്പോൾ എഴുന്നേക്കാറുണ്ട് എൻ്റെ കൂടെ. എന്നിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പണി കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനമാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവും അതേപോലെ പാലപ്പൂവും. ഈ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അത്. അപ്പോൾ പതിവ് പോലെ തന്നെ മുക്കുറ്റിയും തുളസിയൊക്കെ ഞാൻ നടുക്ക് വെക്കാനായിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇന്നും ചെറിയൊരു അത്തപ്പൂക്കളാട്ടോ ഇടുന്നത്. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവും പാലപ്പൂവും തന്നെ എന്ത് നല്ല കളർ കോമ്പിനേഷൻ ആയാലേ. ആ വൈറ്റും ആ വയലറ്റും കൂടെ വരുമ്പോൾ എന്ത് രസമാണ്. എനിക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നേ. അപ്പോൾ ഇന്നും ഞാൻ കുഞ്ഞി ഒരു അത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പൂക്കളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. മിക്ക ദിവസങ്ങളിലും ഈ കളറിലെ പൂക്കൾ തന്നെ എനിക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം റോഡ് സൈഡിലൊക്കെ നിറയെ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും പോയി രാവിലെ പറിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടുള്ളതൊക്കെ വെച്ച് ഞാനങ്ങ് തട്ടിക്കൂട്ടും. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങളിതാ ഒരുങ്ങി റെഡിയായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മൾ നമ്മുടെ നൈന്യൂട്ടൻ്റെ ബൊട്ടീക്കിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് കറക്റ്റ് ഇവർ റിബണൊക്കെ കട്ട് ചെയ്യുന്ന സമയമായിരുന്നു കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിബണൊക്കെ കട്ട് ചെയ്ത് കയറിയിട്ട് അമ്മമാരെല്ലാവരും വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും സാരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സാരിക്ക്. ഇത് സാരിയുടെ മാത്രം ഒരു ബൊട്ടീക്കാണ്. അപ്പം സെറ്റ് സാരിയും സെറ്റ് മുണ്ടും പുളിയിലക്കരിയിലെ സെറ്റ് മുണ്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മമാരെല്ലാവരും സാരിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടൊരു സാരി ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൽക്കോട്ടൻ സാരിയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട് ഞാൻ അന്നേരേ എടുത്തതിൻ്റെ തോളിൽ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സാരിയൊക്കെ എടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാരി അവരവരൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നൈനൂട്ടനും അർഷിക്കുട്ടനും ഐത്തട്ടനും കൂടെ അവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ അർഷിക്കുട്ടന് പിന്നെ ആരെങ്കിലും കളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോലും വേണ്ട, വിളിച്ചാൽ പോലും വരാറില്ല. അങ്ങനെ പിന്നെ ഉദ്ഘാടനമൊക്കെ അടിപൊളിയായിട്ട് നടന്നിട്ട് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.